ഹലോ കൂട്ടുകാരൻ, നമ്മുടെ ക്രേസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ജമീരി ഹാങ്ങിങ് ബ്രിഡ്ജിലേക്കാണ്. നമ്മുടെ ബോംഡിലേക്ക് ഗുവാഹത്തിൽ നിന്ന് ബോംഡിലേക്കുള്ള വഴിയിലാണ് നിൽക്കുന്നത്. നോക്കാം എന്തൊക്കെ കാണാനുള്ളതെന്നറിയാം. ആ ബ്രിഡ്ജിൻ്റെ ഫുൾ വ്യൂസിനായിട്ട് ഈ വീഡിയോ മൊത്തം കാണും. അപ്പോൾ പുതിയ കുടുംബക്കാർക്ക് സ്വാഗതം. പഴയ ചങ്കുമണി മുത്തുമണികൾ കയറി പോകുന്നേ, ലൈക്ക് അടിച്ച് കമൻറ്റ് അടിച്ച് പൊട്ടിക്ക് കമൻറ്റ് ബോക്സ്. ടുക്കു 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 ടുക്കു. വീക്ക് വിത്ത് ഓൺലി പേഴ്സൺ 10 ആൾക്കാരെ ഒരു സമയത്ത് ഇതാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇത് അത്ര ഈസി അല്ല. ഇത് എന്താ പറയുക, കുറേ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ട്രൈബൽസ് രണ്ട് വാലിസിനെ കണക്ട് ആക്സസ് ചെയ്യും. കാരണം ബ്രിഡ്ജ് നല്ല വീക്കാണ്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വെറും വുഡിൻ്റെ കമ്പിയൊക്കെ കൊണ്ടാണ്. നമ്മൾ ഇതേ സെയിം സാധനം കാണുന്നത് എവിടെയെന്ന് വെച്ചാൽ എന്താ പറയുക, ഡബിൾ ഡെക്കർ പോയ സമയത്ത് കണ്ടു. പക്ഷേ അത് ഇതിനേക്കാൾ വീക്കായിരുന്നു. പക്ഷേ ഇത് പിന്നെ സ്റ്റിൽ ഇത് വെറും വുഡ് മാത്രം കൈസ്. ഇതേണ്ട നിങ്ങൾ കണ്ടോ, ഇതേണ്ട നിങ്ങൾ കണ്ടല്ലോ. സോ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. സോ ഇതാണ് ഈ വാലീസിൻ്റെ വ്യൂ. നമ്മൾ അതാ കാണുന്നത്. കാരണം ഗൈസ് ഇത് മനോഹരമായ അതിമനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. കാര്യം അവിടെയൊക്കെ ഇതൊക്കെ ഒന്ന് കുലുങ്ങുന്നുണ്ട്. ഇതാണ് അവസ്ഥ. ഈ റിവർ ഫുള്ള് കലങ്ങി പോവുകയാണ്. ജമേരി അല്ല രാമ ഒരുപാട് പോകണ്ടാ. ഒരുപാട് പോകണ്ട, ഇവിടെ മതി. നീ അവിടെ നിൻ്റെ ഫോട്ടോ എടുത്തേ, ഇവിടേക്ക് വന്നിട്ട്. ഞാൻ രാമനെ കൊണ്ട് എൻ്റെ ഫോട്ടോ എടുപ്പിക്കാം. എടുത്തു തന്നെ. ജമേരി ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഞാൻ എൻ്റെ അടുത്ത് നിങ്ങൾ നോക്കി ആ ഒരു ബ്രിഡ്ജ് ഉണ്ടോ, ആ ഒരു വ്യൂ ഫുള്ള് ഇവിടുന്ന് കിട്ടുന്ന വ്യൂ വന്നേ. ഇത് അതാണ് നമ്മൾ കണ്ടുകൊണ്ട് പോകുന്നത്. ആ ഒരു മോണസ്ട്രി ഡിഡൂഡുല്ല അല്ലേ, ഞാൻ എൻ്റെ പേര് മറന്നു. കണ്ടോ, ഇവിടുന്ന് ആ മോണസ്ട്രിയുടെ കുറേ കൂടി നല്ല വ്യൂ ഉണ്ട്. നമ്മൾ വന്ന വഴികളൊക്കെ അതാണ്. അവിടെ ആൾക്കാരൊക്കെ അങ്ങോട്ടേക്ക് പോയിട്ട് ഫോട്ടോഷൂട്ട്സ് നടത്തുന്നുണ്ട്. അതെ, ഈ റൈറ്റിങ്സ്, കാരണം ഈ റൈറ്റിങ്സ് വന്നിട്ട് ഇവിടെ അത് എത്രത്തോളം നന്നായിട്ട് പറക്കും അത്രത്തോളം ബുദ്ധി എന്തോ ബുദ്ധിസ്റ്റായിട്ട് റിലേറ്റഡ് ആണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് വീടുകളുടെ ഒക്കെ ഫ്രണ്ട്, കാരണം ഈ റൈറ്റിങ്സ് വന്നിട്ട് വീടുകളുടെയും കടകളുടെയൊക്കെ ഫ്രണ്ടിൽ വയ്ക്കുന്നത് അവരുടെ വിശ്വാസം എന്നാണ് പറയുന്നത്. ബ്രിഡ്ജിൽ 10 പേരെ വരാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ കൂടുതൽ പേര് ഓൾറെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാം. പക്ഷെ ഇതൊരു ഇത് നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ. ഇത് എത്രത്തോളം കാറ്റിൽ പറക്കുന്നോ അത്രത്തോളം അവർക്ക് നന്മ വരും എന്നാണ് പറയണത്. ഓക്കെ, അതും അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. കാരണം ഒരുപാട് റിസ്ക് എടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇത് കിടന്ന് ആടുന്ന കൈസ്. ഇവിടെ വാഷ്റൂംസൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ മോമോസ് കിട്ടുന്നത് താഴെ കണ്ടോ. നിങ്ങൾ കണ്ടത് ഈ രണ്ട് ഇതിലാണ് ഇങ്ങനെ ഇത് നിർത്തിക്കുന്നത്. ഞാൻ കാട്ടിത്തരാം ഒന്നുകൂടി ക്ലിയർ ആയിട്ട്. കണ്ടോ, ഇത് ഇങ്ങനെയാണ് നിർത്തിക്കുന്നത്. ഇവിടെ തന്നെ കിടക്കുന്നത്. ഇത് ഇങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത്. കണ്ടോ, ഇത് പഴയ ബ്രിഡ്ജാട്ടോ. ഇത് ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ആൾക്കാരൊന്നുമില്ല നോക്കാണ്ട്. അപ്പോൾ നമ്മൾ സ്വയം സൂക്ഷിച്ച് പോലെ പണി കിട്ടും. ആൾക്കാർ ക്രൗഡ് കൂടുതൽ അത് പൊളിഞ്ഞു വരാൻ ചാൻസസ് ഉണ്ട്. ജസ്റ്റ് ഒരൊറ്റ പാത്തിയാണ് വെച്ചിരിക്കുന്നത്. ആ പാത്തിയിലാണ് തടിയുന്നത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മൾ മേഘാലയയിൽ പോയപ്പം ഈ ചെറിയ ബ്രിഡ്ജ് ആണെങ്കിലും എന്താണെങ്കിലും 10 രൂപ 20 രൂപ 30 രൂപ 40 രൂപ കൊടുക്കണമായിരുന്നു. പക്ഷെ ഇവിടെ എല്ലാം ഫ്രീ ആണ്. നമ്മൾ എന്താ എനിക്കറിയത്തില്ല, ഇനിയുള്ളത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ ഓവറോൾ ഇത് നല്ലൊരു എക്സ്പീരിയൻസ്. കാരണം നമ്മൾ ഈ ബോംഡിലേക്ക് പോകുന്ന വഴിക്ക് ആ മോൺസ്ട്രിങ് നമുക്ക് തിരിച്ചു. കാരണം മോൺസ്ട്രി നമുക്ക് വേണമെങ്കിൽ തിരിച്ച് പോകുന്ന വഴിക്ക് നമുക്ക് കയറാൻ പറ്റുന്ന കാര്യമുള്ളൂ. അതിൻ്റെ മുകളിലെ ഡിൽഡു, എൻ്റെ പ്രൊനൗൺസിയേഷൻ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ അതിൻ്റെ ഒരു വ്യൂ കിട്ടുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്കൈ വ്യൂ. എൻ്റെ പേരെന്തൂടെ ക്ലോസിന്. അപ്പം ഗൈസ്, ജമീരി ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ മുന്നിൽ നിന്നും ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം. അപ്പോൾ അറിയാലോ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, എല്ലാം ചെയ്യൂ. എല്ലാം ചെയ്യണ്ട. ഓക്കെ.